കൊന്നിച്ചുവ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗ് ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 172 173 അഥവാ സോളോ ലെവലിംഗിൻ്റെ സീസൺ 4 എപ്പിസോഡ് 10 ആണ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും എന്നോട് നല്ല ദേഷ്യത്തിലായിരിക്കുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. എനിക്കിപ്പോഴും സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ഒരു പല്ലെടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു 24 hours ആകുന്നത് പോലും ഇല്ല. അതിനു മുമ്പ് തന്നെ ഞാൻ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. എനിക്ക് നല്ല പെയിനുണ്ട്, പക്ഷേ എന്തായാലും ഞാനിത് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചത്. സോ വീഡിയോയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഓഫ് ദ ടോപ്പിക് ചെറിയൊരു ടിപ്പ് തരാം. പല്ലിനെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് വളരെ വലിയ ബുദ്ധിമുട്ടായി പോകും. കഴിഞ്ഞൊരു 5 ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. എന്തായാലും അധികമൊന്നും പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളുടെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ഡ്രാഗൺ കിങ്ങിനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഷാഡോ മൊണാർക്ക് ഈസ്റ്റേൺ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ ബ്ലോൺ അറ്റാക്ക് ചെയ്താലോ? അതിപ്പോൾ വേണ്ട. കാര്യം എനിക്ക് അവൻ്റെ ആർമിനെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ അവനവൻ്റെ ട്രൂപ്പിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഷാഡോ മൊണാർക്ക്, നീ എങ്ങനെയാണ് ഞങ്ങളെ ഡിഫീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നിനക്ക് എന്തായാലും ഒരു ഓൾ ഔട്ട് ബാറ്റിൽ വേണമെന്നില്ല. അതുകൊണ്ട് തന്നെ നീ എങ്ങനെയായിരിക്കും ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു സമയത്ത് ഇരുന്ന് അവിടെ ന്യൂസ് കാണുന്നുണ്ടായിരുന്നു. ആ ന്യൂസിൻ്റെ തട്ട് എല്ലാം തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ലോകം ഇപ്പോൾ ഒരു മുൾമുനയുടെ മുകളിലാണ് നിൽക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും അത് തകർന്നു വീഴാം. ഓൾറെഡി കാനഡ വീണ് കഴിഞ്ഞു. ഇപ്പോൾ അവരെല്ലാവരും പോയിരിക്കുന്നത് അമേരിക്കയിലേക്കാണ്. അമേരിക്കയായിട്ട് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മിലിറ്ററി ഉള്ള ഒരു രാജ്യം കൂടിയാണ്. എന്നിരുന്നാൽ കൂടിയും അവിടുത്തെ സോൾജേഴ്സിനൊന്നും അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുമില്ല. ഇന്ന് എനിക്ക് അല്ല, ഈ ലോകത്തിന്, ഈ ഹ്യൂമാനിറ്റിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഒരു മിറാക്കിളിനെ പറ്റിയാണ്. ഒരു മിറാക്കിൾ സംഭവിച്ചാൽ മാത്രമേ ഹ്യൂമാനിറ്റി ഇവിടെ രക്ഷപ്പെടത്തുള്ളൂ. ദൈവമേ, ഞാൻ കെഞ്ചി പ്രാർത്ഥിക്കുവാണ്, ഞങ്ങൾ ഒരിക്കലും കൈവിടല്ലേ. ഈ ഒരു സമയത്ത് 100 കണക്കിന് സോൾജേഴ്സാണ് വീണ്ടും ബാറ്റിൽ ഫീൽഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജിൻവു പോകുന്ന പാത്തെല്ലാം നശിച്ച് അവിടെ പുതിയ ഓരോരുത്തരും ജനനം കൊള്ളുവാണ്. ജിൻവു പോകുന്ന സ്ഥലത്ത് മുഴുവൻ ഡിസ്ട്രക്ഷൻ ഉണ്ടായിട്ട് അവൻ്റെ ആർമി വീണ്ടും പുനർജനിക്കുവാണ്. ജിൻവുവിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടായിരുന്ന ഓരോരുത്തരെ അവൻ വലിച്ചു കീറി കൊല്ലുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ജയൻറ്റ് അവനെ അറ്റാക്ക് ചെയ്യുന്നത്. അത് ഡോഡ് ചെയ്ത് മാറുന്നുണ്ട്. പക്ഷെ അതെന്ന് പറയുന്നത് വളരെ മാസീവ് ആയിട്ടൊരു അറ്റാക്കായിരുന്നു. ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്ത് ജിനു നേരെ ആ ഒരു ജയൻറ്റിൻ്റെ കാലിൻ്റെ അടുത്തേക്ക് പോയി ആ കാലങ്ങോട്ട് മുറിച്ച് കളയും. ഈ ഒരു സമയത്ത് പുള്ളിക്കാരനെ ബാലൻസ് തെറ്റി നേരെ താഴത്തേക്ക് വീഴാൻ പോകാൻ നേരത്താണ് ജിനുവിൻ്റെ ഷാഡോ അവൻ്റെ മുഖത്ത് വന്ന് കടിക്കുന്നത്. അങ്ങനെ ആ ജയൻറ്റിനെ നേരെ താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് ജിനു ആ ഒരു കാഴ്ച കാണുന്നത്. 100 കണക്കിന് ഡ്രാഗൺസ് ആണ് അവൻ്റെ നേരെ വന്നുകൊണ്ടിരുന്നത്. സോ ആർമി ഓഫ് ദി ഡിസ്ട്രക്ഷൻ അവരുടെ മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഡ്രാഗൺ കിങ്ങിനെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം ഇത് ഒഫീഷ്യലി അവർ മൂവ് ചെയ്തിട്ടില്ല എന്നായിരിക്കും. എന്തായാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആവശ്യത്തിനധികം സമയമുണ്ട്. അവൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും അവനെ തിരി അങ്ങോട്ട് തന്നെ പോകും. അടുത്ത സെക്കൻഡ് ജിനു പറയുന്നുണ്ട് എറൈസ്. പെട്ടെന്നായിരുന്നു ഒരു കൈ പോയി അതിൻ്റെ അകത്തൊരു ഡ്രാഗനെ കയറി പിടിക്കുന്നത്. അത് മറ്റാരുടെ അല്ലാതെ ജിനു കുറച്ച് മുമ്പ് ഡിഫീറ്റ് ചെയ്ത ആ ഒരു വലിയ ജയൻറ്റില്ലേ, ആ ജയൻറ്റിൻ്റെ ആയിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ മറ്റൊരു ഡ്രാഗൻ ഈ ജയൻറ്റിന് നേരെ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ജയൻറ്റിനെ പൂർണ്ണമായിട്ട് തന്നെ ഡിഫീറ്റും ചെയ്ത് കളയുന്നുണ്ട്. നിനക്ക് എത്ര ധൈര്യമായിട്ടാണ് ഈ കളിപ്പാവകൾ കൊണ്ട് ഞങ്ങൾ ഡിഫീറ്റ് ചെയ്യാൻ നോക്കിയത്? ഞങ്ങളുടെ രാജാവിൻ്റെ പേരിൽ ഞാൻ നിന്നെ ഇന്ന് ഉറപ്പായും കൊന്നിരിക്കും. പെട്ടെന്നായിരുന്നു ജിനു പറയുന്നത്. നീ കുറച്ചധികം സംസാരിക്കാറുണ്ടല്ലേ? ജിനു ഈ സമയത്ത് ആ ഡ്രാഗൻ്റെ മുകളിലുണ്ടായിരുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ ജിനു നേരെ താഴത്തേക്ക് വന്ന് ആ ഡ്രാഗൻ്റെ തല 2ആയിട്ട് അങ്ങോട്ട് മുറിച്ച് കളയുന്നുണ്ട്. ഷാഡോ മൊണാർക്ക് അവൻ സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് അറ്റാക്ക് ചെയ്യാൻ സമയമായി. മൊണാർക്ക് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ഷാഡോ ആർമി ആംബുഷ് ചെയ്യാൻ നിർത്തണം നീ അറ്റാക്ക് ചെയ്യാൻ. ഞാനെന്തായാലും അവന് വെറുതെ വിടാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്തായാലും അവനൊരു വഴിയാക്കിയിരിക്കും. ഈ സമയത്ത് നമ്മുടെ അമേരിക്കയുടെ ആർമി ഉണ്ടല്ലോ, അവരും കുറേയധികം മോൺസ്റ്റേഴ്സുമായിട്ട് നിർത്താതെ ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരാൾ പറയുന്നുണ്ട്, നിർത്തലി നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുക. നമ്മുടെ രാജ്യത്തിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടുമയാണ്. നമ്മുടെ കൈ പോയാലും കാൽ പോയാലും നമ്മുടെ ജീവൻ പോകുന്നവരെ നമ്മൾ ഇവരെ പിടിച്ച് നിർത്തിയിരിക്കണം. എന്നാൽ ഹണ്ടേഴ്സിന് വരെ പിടിച്ച് നിൽക്കാൻ പറ്റാത്ത ഈ മോൺസ്റ്റേഴ്സിൻ്റെ ഫ്രണ്ടിൽ അവർക്ക് അധികം നേരം ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. പെട്ടെന്നായിരുന്നു ഒരു മോൺസ്റ്റർ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. പക്ഷേ ആ ഒരു സെക്കൻഡ് തന്നെ ഒരു കൈ വന്ന് ആ മോൺസ്റ്ററിനെ ഇടിച്ച് ബാക്കിലേക്ക് തെറിപ്പിക്കുന്നുണ്ട്. നിന്നെയൊക്കെ കുറേ എണ്ണത്തിന് ഞാൻ പല ഡഞ്ചിൻ്റെ അകത്തും വെച്ച് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടിൽ നീയൊക്കെ വെറും കളിപ്പുള്ളയാല്, നിൻ്റെയൊക്കെ എണ്ണം കൂടുതലായിരിക്കും. പക്ഷേ സ്കാവൻഡർ ഗിൽഡിൻ്റെ ഫ്രണ്ടിൽ നിനക്കൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ കൂട്ടത്തിൽ ഒരാളുണ്ടല്ലോ, നീ ആ മനുഷ്യനല്ലേ, ആ വീക്കായുള്ള വെസൽ, മൊണാർക്ക് ഓഫ് ദി വാങ്സ് മരണത്തിൻ്റെ വക്കത്ത് വരെ എത്തിച്ചവൻ. നീ എന്ത് ധൈര്യം കൊണ്ടിട്ടാണ് എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നത്? ഞാൻ മോൺസ്റ്റേഴ്സിൻ്റെ രാജാവാണ്, മൊണാർക്ക് ഓഫ് ദി സ്റ്റീൽസ്. നീ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിന്നെ കൊല്ലാൻ പറ്റുമെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്നിട്ടും നീ എൻ്റെ മുമ്പിൽ വരാൻ കാണിച്ച ധൈര്യമുണ്ടല്ലോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളെ കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല.
എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു സമയത്ത് പെട്ടെന്നായിരുന്നു നമ്മുടെ തോമസിൻ്റെ ഷാഡോസ് ബാക്കിലേക്ക് വലിയുന്നത്. പുള്ളിക്കാരൻ ഷാഡോസിൻ്റെ അന്ന് കുറച്ചധികം ഷാഡോസ് പുറത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബില്യനുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, കിങ് ഓഫ് ദി മോൺസ്റ്റേഴ്സ് നമ്മൾ കണ്ടിട്ട് കുറച്ചധികം നാളായല്ലേ, ഷാഡോ ആർമിയോ നിങ്ങളെന്താണ് ഇവിടെ ചെയ്യുന്നത്, നിങ്ങളെന്തിനാണ് ആ മനുഷ്യൻ്റെ ഷാഡോ അടുത്തുള്ളത്? സോ ഇതെല്ലാം പ്ലാൻഡ് ആണല്ലേ? എനിക്ക് തോന്നി ഇവരെല്ലാവരും കൂടെ എന്നെ പറ്റിച്ചതാണെന്ന്. എത്രയും പെട്ടെന്ന് തന്നെ ഡ്രാഗൺ കിങ്ങിനെ ഞാൻ ഇൻഫോം ചെയ്യണം. പക്ഷേ പുള്ളിക്കാരൻ അതിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്നില്ല. ആ ഒരു സമയത്താണ് അവൻ തിരിഞ്ഞു നോക്കുന്നത്. ദൂരത്ത് നമ്മൾ ടസ്ക് നിൽപ്പുണ്ടായിരുന്നു. ടസ്ക് ആവട്ടെ ആ ഡ്രാഗൺ കിങ്ങും ഈ ഒരു മൊണാർക്കുള്ള ഫുൾ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു. ഇതൊരിക്കലും ഒരു മൊണാർക്കും അവൻ്റെ ആർമിയും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അല്ല, പകരം ഇതൊരു മനുഷ്യരുടെ സ്ട്രാറ്റജിയാണ്. എടാ നായെ, എത്ര ധൈര്യമായിട്ടാണ് നീ ഒരു മോണാർക്കാന്ന് പറയുന്നത്? നിനക്കൊരു മോണാർക്കായി നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല. പെട്ടെന്നായിരുന്നു ബെറു അവിടേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ പറഞ്ഞ ഓരോ വാക്കുകളും മര്യാദക്ക് നീ തിരിച്ചെടുത്തോ, അല്ലെങ്കിൽ നീ ഓരോ വാക്കിനും വില കൊടുക്കേണ്ടി വരും, വലിയ വില. അങ്ങനെ നമ്മുടെ മോണാർക്ക് ഓഫ് ദി സ്റ്റീലും നമ്മുടെ ഷാഡോ ആർമിയുള്ള ബാറ്റിൽ അവിടെ തുടങ്ങുവാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിന്നുവിനാണ്. ജിന്നു ആവട്ടെ നമ്മുടെ ഡ്രാഗൺ കിങ്ങിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. അവർ തമ്മിലിങ്ങനെ നോക്കി നിൽക്കുവാണ്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മുടെ ഡ്രാഗൺ കിങ് മനസ്സിൽ പറയുന്നുണ്ട്, മൊണാർക്ക് ഓഫ് ദി സ്റ്റീലുമായിട്ട് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അവൻ ഓൾറെഡി അപ്പോൾ എന്നെ ബിട്രേ ചെയ്ത് കഴിഞ്ഞോ. എന്തായാലും ഒരു കുഴപ്പമില്ല, ഇത് ഞാൻ ഇവിടെ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അതൊട്ടും നിസ്സാരമായൊരു അറ്റാക്ക് അല്ലായിരുന്നു. ആ ഒരു അറ്റാക്ക് ജിനു വളരെയധികം ഞെട്ടിത്തിരിച്ചു പോയി. കാര്യം അവനൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരുന്നു ആ ഒരു അറ്റാക്ക് അവൻ്റെ നേരെ വന്നത്. വളരെ പവർഫുള്ളായ ഒരു അറ്റാക്കായിരുന്നു. ഇൻഫാക്ട് ആ ഒരു അറ്റാക്ക് കൊണ്ട സ്ഥലം ഉണ്ടല്ലോ, അത് കത്തിക്കരിഞ്ഞ് അവിടെ ഇല്ലാണ്ടായിപ്പോയി. പക്ഷേ ഡ്രാഗൺ കിങ്ങിന് അറിയാമായിരുന്നു ജിനു അത് ഡോഡ് ചെയ്ത കാര്യം. അടുത്ത സമയത്ത് തന്നെ ജിന്നു പുള്ളിക്കാരൻ ഷാഡോസിനൊക്കെ അവിടേക്ക് സമൺ ചെയ്യുന്നുണ്ട്. ആ ഓരോ ഷാഡോസും നമ്മുടെ ഡ്രാഗൺ കിങ്ങിൻ്റെ നേരെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ തൻ്റെ കൈകൾ റെഡിയാക്കുന്നുണ്ട് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട്. പിന്നെ കാണിക്കുന്നത് ഒരു ജയൻറ്റിനെ, നമ്മുടെ ലീവ് സിംഗ് അങ്ങനെയാണ്. പുള്ളിക്കാരുടെ ഒരു ജയൻറ്റിനെ കഷ്ണമായിട്ട് മുറിച്ചിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ജയൻസുള്ള ഫൈറ്റ് വലിയ പ്രശ്നമൊന്നുമില്ല, അത് ഞാൻ സീലല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വളരെ എളുപ്പമായിട്ട് ഇവന്മാരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് അവിടുത്തെ കാര്യമാണ് മനസ്സിലാത്തത്. അവിടുത്തെ ആ മാന് തന്നെ എൻ്റെ ഓരോ എല്ലിലേക്കും തുളച്ച് കയറുവാണ്. അവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? അതെന്തായാലും എനിക്ക് കയറാൻ പറ്റുന്ന ഒരു ഫൈറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കിങ് ഓഫ് ദി ഡ്രാഗൺസിൻ്റെ ആ ഒരു ഒറ്റ അറ്റാക്ക് കാരണം തന്നെ അവിടെ ഉണ്ടാകുന്ന എല്ലാ ഷാഡോസും പെട്ടെന്ന് തന്നെ ഇറാഡിക്കേറ്റ് ചെയ്തായി പോകുന്നുണ്ട്. അത് മാത്രമല്ല അവിടെ വലിയ സ്ഫോടനം നടക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. സോ ഇതാണോ നിൻ്റെ ട്രിക്ക്? നിൻ്റെ സോൾജേഴ്സിന് നീ ബലി കൊടുക്കാൻ പോകുവാണെന്ന് ചോദിക്കാൻ നേരത്താണ് പുള്ളിക്കാരൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ജിനു ദൂരത്ത് ഒരു ഗേറ്റിലേക്ക് ചാടി രക്ഷപ്പെടാൻ പോകുകയാണ്. അതിന് ഞാൻ നിന്നെ അനുവദിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡ്രാഗൺ കിങ്ങും നമ്മുടെ ജിനുവിൻ്റെ പുറകെ പോകുന്നുണ്ട്. പുള്ളി ആ ഗേറ്റിൻ്റെ അകത്ത് കയറി പുറത്തേക്ക് വരാൻ നേരത്താണ് ശരിക്കും ഞെട്ടിപ്പോകുന്നത്. കാര്യം അവനെയും കാത്ത് അവിടെ ജിനുവിൻ്റെ പൂർണ്ണ ആർമി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ എല്ലാ ആർമിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായി. അതായത് മൊണാർക്ക് ഓഫ് ദി സ്റ്റീലിൻ്റെ എല്ലാ ആർമീനെയും ജിന്നു പുള്ളിക്കാരൻ്റെ ഷാഡോ ആക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ആ ഒരു സമയത്താണ് ആ ഒരു കാര്യം നമ്മുടെ ഡ്രാഗൺ കിങ് ശ്രദ്ധിക്കുന്നത്. അത് മറ്റൊന്നുമല്ലായിരുന്നു, നമ്മുടെ മൊണാർക്ക് ഓഫ് ദി സ്റ്റീൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും നമ്മുടെ ബെറുവിൻ്റെയും ബെലിയൻ്റെയും കൈകൊണ്ട്. കൊള്ളാം, കുഴപ്പമില്ലാത്ത ഒരു പ്ലാൻ തന്നെയായിരുന്നു. നിൻ്റെ സ്ട്രോങ്സ്റ്റ് സോൾജേഴ്സിനെ നീയല്ല, നമ്മുടെ മൊണാർക്ക് ഓഫ് ദി സ്റ്റീലിനെ പുറകെ വിട്ട് നീ എൻ്റെ നേരെയും വന്നു. അവസാനം നിനക്ക് രണ്ടും ഒരുമിച്ച് കിട്ടുകയും ചെയ്തു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്തായാലും ഇന്നിവിടെ മരിക്കാനുള്ളതാണ്. ആ ഒരു സമയത്ത് നമ്മുടെ മൊണാർക്ക് ഓഫ് ദി ഡ്രാഗൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു മൊണാർക്കുണ്ടല്ലോ, പുള്ളിക്കാരൻ കുറച്ച് ഗേറ്റ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം. നീ വിചാരിച്ചു കാണും ഞാൻ മാത്രമായിരിക്കും നിൻ്റെ പുറകെ വരുന്നതെന്ന്. പക്ഷേ നിനക്ക് തെറ്റി. എനിക്കെൻ്റെ ആർമിനെ എപ്പോൾ എവിടെ വേണമെങ്കിലും സമൺ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ യോഗമുഡിനെ ഇവിടെ സ്ഥിരീകരിച്ചത്. അവനാണ് മൊണാർക്ക് ഓഫ് ദി ട്രാൻസ്ഫിഗറേഷൻ. എന്തായാലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിൻ്റെ കാര്യം വെള്ളത്തിലായിട്ടുണ്ട്. ആ വെള്ളത്തിൽ തന്നെ നീ ഇന്ന് മുങ്ങി മരിക്കുന്നതായിരിക്കും. പക്ഷേ ഇത് കേൾക്കാൻ നേരത്ത് ജിനു ഇരുന്ന് ചിരിക്കുമായിരുന്നു. പുള്ളിക്കാരൻ അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ സമൺ ചെയ്യുന്ന എല്ലാ ഷാഡോസിനെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അത് കൊള്ളാലോ, നിന്നെ ട്രൂപ്പിനൊക്കെ തിരിച്ചു വിളിച്ചോ? അതെന്ത് പറ്റി? നീ ഗിവ് അപ്പ് ചെയ്യാൻ പോവുകയാണോ? നീ എൻ്റെ ഫ്രണ്ടിൽ മുട്ടുമടക്കാൻ പോകുവാണോ? അല്ലെങ്കിലും അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാര്യം നിനക്കാണ് ഇവിടെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ഉള്ളത്. നീ ഇവിടെ എന്ത് ചെയ്താലും ഒരു ഡൗട്ടും ഇല്ല. കാര്യം നീ എന്തായാലും ഇന്നിവിടെ മരിച്ചിരിക്കും. ഈ ഒരു സമയത്ത് ജിന്നുവിൻ്റെ ചുറ്റിനും നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ഡ്രാഗൺസാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. ഇവരോരോരുത്തർ നമ്മുടെ ക്യാമഷിൻ്റെ എത്ര സ്ട്രോങ്ങർ ആണെന്നും കൂടി ഓർക്കണം. എന്നിട്ട് ജിന്നു പുള്ളിക്കാരൻ്റെ കണ്ണുകൾ പതുക്കെ ഒന്ന് അടക്കുന്നുണ്ട്. എന്നിട്ട് തുറക്കുകയും ചെയ്യും. പക്ഷെ ആ തുറക്കാൻ നേരത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മുടെ കിങ് ഓഫ് ദി ഡ്രാഗനും നന്നായിട്ട് തന്നെ മനസ്സിലായി. അടുത്ത സെക്കൻഡ് തന്നെ ജിനുവിൻ്റെ പുതിയൊരു ഫോമാണ് കാണിക്കുന്നത്. അത് മറ്റൊന്നിൻ്റെ അല്ല, ക്യാമഷിൻ്റെ റൂയിൻ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പവറാണ് പുള്ളിക്കാരൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് മറ്റൊന്നും അല്ലായിരുന്നു,
ഡ്രാഗൺസ് ഫിയർസം റോറായിരുന്നു. ഈ ഒരു അറ്റാക്ക് ചെയ്ത് കഴിയാൻ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവരുടെ ഏറ്റവും വലിയ പേടിയിൽ മുങ്ങിത്താന്നു. അവർ കുറച്ച് നേരത്തേക്ക് അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അത് അവിടെ ഉണ്ടായിരുന്ന 100 കണക്കിന് ഡ്രാഗൺസിൻ്റെ മേലാണ് എത്തിയത്. എന്നാൽ ഡ്രാഗൺസിൻ്റെ മേത്ത് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു മൊണാർക്കുണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ ശരീരത്തും ആ ഒരു എഫക്റ്റ് ഏൽക്കുന്നുണ്ട്. ഡ്രാഗൺ കിങ് വളരെയധികം സർപ്രൈസ് ആയിപ്പോയി. പക്ഷെ ആ ഒരു സമയത്താണ് ജിനു അവനെ ഒന്ന് പിടിച്ചിട്ട് പറയുന്നത്, നീ എന്തായാലും എൻ്റെ കൂടെ വാ. അടുത്ത സെക്കൻഡ് തന്നെ ഡ്രാഗൺ കിങ്ങിനെ പുള്ളിക്കാരൻ ഷാഡോ പൊതിയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിനുവിൻ്റെ ഇസ്ലൻഡാണ്. അവിടേക്ക് അവർ രണ്ടുപേരും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ എവിടെയാണ്? കറക്റ്റ് പറഞ്ഞാൽ ആ ലോകത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ. നമ്മൾ എവിടെയാണോ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ. അതെന്തായാലും കൊള്ളാം, നീ വളരെ ബുദ്ധിപൂർവ്വമായിട്ടാണ് നീ ഇപ്പം എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഞാൻ എന്തായാലും അത് നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. അല്ല, ഈ ക്യാസ്റ്റിൽ ആരുടെയാണ്? നിൻ്റെയാണോ? അതെ, മൊണാർക്ക് ഓഫ് ദി ഷാഡോസിൻ്റെ വെച്ച് നോക്കാൻ നേരത്ത് ഇത് വളരെ ചെറുതാണല്ലോ. അങ്ങനെയാണോ നിനക്ക് തോന്നിയത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഈ ഒരു ക്യാസിൽ നിൻ്റെ ഒരു ടൂമ്പായിട്ട് മാറാൻ പോകുവാണ്. നിനക്ക് അങ്ങനെയാണ് തോന്നുന്നത്? എന്നാലൊന്ന് നോക്കിയേക്കാം. എന്തായാലും ഈ ഒരു ബാറ്റിൽ എൻ്റെ ട്രൂപ്പ് എന്നെ കണ്ടുപിടിക്കുന്ന ആ ഒരു നിമിഷം വരെ ഉണ്ടാകുള്ളല്ലോ. അവരെന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ ഗതി മാറുകയും ചെയ്യും. അടുത്ത സെക്കൻഡിൽ പിന്നെ നമ്മൾ കാണുന്നത് ജിന്നുവിൻ്റെ ആർമിയും അവരുടെ എതിരെ നിൽക്കുന്ന കിങ് ഓഫ് ദി ഡ്രാഗണിൻ്റെ ഡ്രാഗൺ ഫോമാണ്. അതാട്ടെ മാസീവ് എന്ന് പറഞ്ഞാൽ വളരെയധികം മാസീവാണ്. അങ്ങനെയാണ് ചാപ്റ്റർ 173 ഇവിടെ അവസാനിക്കുന്നത്. എന്തായാലും ഇനി വെറും 3 എപ്പിസോഡ് കൂടെ മാത്രമേ നമുക്കിനിയുള്ളൂ. അത് കഴിഞ്ഞ് സോളോ ലെവലിംഗ് സീസൺ 4 ഇവിടെ എൻ്റെ ആകുന്നതായിരിക്കും. പിന്നെയുള്ള സീസൺ 5 എന്ന് പറയുന്നത് ഞാൻ സൈഡ് സ്റ്റോറീസ് ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്.